2024 മെറ്റ് ഗാല ഫെസ്റ്റിവൽ. അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സെലിബ്രിറ്റികളിൽ മുൻനിരയിലുണ്ടായിരുന്ന ആലിയ ഭട്ട്. ആലിയ ഭട്ടിന്റെ റെഡ് കാർപ്പറ്റിൽ പരന്നുകിടക്കുന്ന അതിമനോഹരമായ ഫ്ലോറൽ സാരി. 1965 മണിക്കൂറുകൾ കൊണ്ട് 163 പേർ ചേർന്ന് ഭൂമിയെയും ആകാശത്തെയും കടലിനെയും അനുസ്മരിപ്പിക്കുന്ന ഗ്ലാസ് ബീഡ് വർക്കുകളും ഹാൻഡ് എംബ്രോയിഡറി സ്റ്റോൺ വർക്കുകളും ചെയ്ത് മനോഹരമാക്കിയ ദ ഗാർഡൻ ഓഫ് ടൈം എന്ന് വിളിക്കപ്പെട്ട സാരി. ഡിസൈനറിനെ അന്വേഷിച്ചവർക്ക് ആലിയ ഭട്ട് കൊടുത്ത മറുപടി സബ്യസാചി മുഖർജി. കൊൽക്കത്തയിൽ ജനിച്ച സബ്യസാചിയുടെ കുട്ടിക്കാലം ഏറെ സുഗമമായ ഒന്നായിരുന്നില്ല. അച്ഛൻ്റെ ജോലി നഷ്ടപ്പെടുന്നതിലൂടെ സാമ്പത്തികമായും മറ്റും ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. ഇതുമൂലം ഡിപ്രഷൻ വരികയും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും പിന്നീട് തൻ്റെ സ്വപ്നങ്ങൾക്കായി അദ്ദേഹം വീട് വിട്ടുപോവുകയും ചെയ്തു. 1999 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം സഹോദരിയിൽ നിന്ന് കടം വാങ്ങിയ 20,000 രൂപയുമായിട്ടാണ് സ്വന്തം ബ്രാൻഡ് ആരംഭിക്കുന്നത്. പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് ഒരു മോഡേൺ ട്വിസ്റ്റ് നൽകി ഓരോ ഡിസൈനും വ്യത്യസ്തമാക്കുന്ന സബ്യസാചിയെ ഹോളിവുഡ് ബോളിവുഡ് ലോകം നെഞ്ചിലേറ്റി. 20,000 രൂപ കടം വാങ്ങി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ഇന്ന് 500 കോടി ടേൺ ഓവറുള്ള ഒരു ഫാഷൻ സാമ്രാജ്യമാണ്. ബ്രൈഡൽ ലെഹങ്കകൾ മുതൽ റെഡ് കാർപ്പറ്റ് കോട്ട്യൂർ വരെ തിളങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ ഡിസൈനും പ്യുവർ ആർട്ടിൻ്റെ അടയാളമാണ്. 2002 അദ്ദേഹത്തിൻ്റെ ആദ്യ കളക്ഷൻ കുമാർ സ്മിത ലോകത്തിനു മുന്നിൽ വന്നു. ഇന്ത്യൻ ട്രഡീഷണൽ ഡിസൈൻസ് ഉൾക്കൊള്ളിച്ച ഈ കളക്ഷൻ സബ്യസാചിയെ ഫാഷൻ ലോകത്ത് ശ്രദ്ധേയനാക്കി. ബോളിവുഡ് സിനിമകളിൽ, വിവാഹ ആഘോഷങ്ങളിൽ, റെഡ് കാർപ്പറ്റുകളിൽ എല്ലായിടത്തും സബ്യസാചിയുടെ ഡിസൈൻ വാഴുകയാണ്. KFL Let's Talk Fashion.